Hello everyone, welcome to my channel. Welcome to Enchanted Reader Malayalam. ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഡിസ്ക്ലൈമർ ഉണ്ട് പറയാൻ. എൻ്റെ റീഡിംഗ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ളത് മാത്രമാണ്. ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എൻ്റെ റീഡിംഗ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതെല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പം യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നേരെ അവിടെ പോയിട്ടിരിക്കുന്നത് ദ സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ 6 of Cups, okay. 3 of Pentacles, ഓക്കെ 2 of Cups. അമേസിങ്. ഓക്കെ ഗൈസ്, ഇത് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈ ഒരു കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആവാൻ പോവുകയാണ് ഗൈസ്. എനിക്കിവിടെ വരുന്ന മെസ്സേജ് അതാണ്. ഓക്കെ ഗൈസ്, ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ആദ്യം തന്നെ എനിക്ക് വന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതിനോട് ചേർന്നിട്ട് കിട്ടിയിരിക്കുന്നതാണെങ്കിൽ ദ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്, റൈറ്റ്. പിന്നെ 6 of Cups വന്നിട്ടുണ്ട്, പിന്നെ 3 of Pentacles വന്നിട്ടുണ്ട്, 2 of Cups വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആണെന്നുണ്ടെങ്കിൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതും കൂടാതെ 2 of Cups വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ എനിക്ക് വരുന്ന മെസ്സേജ്, ഇതിൽ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേറ്റഡ് ആണ് ഗൈസ്. നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഫേറ്റഡ് ആണ്, അതായത് വിധിച്ചതാണ്, നിങ്ങൾക്ക് വിധിച്ചതാണിത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പേഴ്സൺ വരണം എന്നുള്ളത് ഫേറ്റഡ് ആണ്. ഓക്കെ, ഇത് നമ്മൾ പറയില്ലേ, വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങളിപ്പം എന്തെങ്കിലും പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതും അതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അത് ചിലപ്പോൾ ഈ പേഴ്സണലിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇത്രയും പെയിൻ അനുഭവിക്കേണ്ടി വരിക. ഓക്കെ, അത് അവർ ഓൾറെഡി തന്നു കഴിഞ്ഞു. അത് കാരണം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ എന്താ പറയുക, എല്ലാ തരത്തിലുള്ള ഇമോഷൻസും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അറിയിച്ചു കഴിഞ്ഞു, ഈ ഒരു കണക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, റൈറ്റ്. അത് എനിക്കിവിടെ ദ സ്റ്റാർ കൂടെ വരുന്നുണ്ട് മെസ്സേജ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഹോപ്പ് കൈവിടണ്ടെന്ന് തന്നെയാണ് സ്റ്റാർ പറയുന്നത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നുള്ള നല്ലൊരു കണക്ഷൻ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ കാര്യം ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ മറ്റാരെങ്കിലും ആയിട്ട് മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് ഡീപ്പായിട്ടുള്ള ഒരു തരം വൂണ്ടാണ് എനിക്കിവിടെ കാണുന്നത്. ആ ഡീപ്പ് വൂണ്ട് ഹീൽ ചെയ്യണമെന്ന് ഇവിടെ എനിക്ക് 2 of Cups കൂടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഹീലിംഗ് ഇവിടെ അത്യാവശ്യമാണ്. അത് രണ്ടുപേർക്കും വേണം. ആർക്ക്? നിങ്ങൾക്കും വേണം, നിങ്ങളുടെ പേഴ്സണും വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഈ ഒരു വൂണ്ട്, നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു പോയ വൂണ്ട് ഒന്ന് ഹീലായി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകും. അതായത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ട് മാറും ഇത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, വളരെയധികം ക്ലോസ്നെസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് എന്നുള്ളത് എനിക്ക് ഇവിടെ 2 of Cups കൂടെ കാണാനുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റി എനിക്കിവിടെ കാണാനുണ്ട്. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു വേർഡല്ല അത്, ഒരുപാട് ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്. ഒരു ഒന്നാവെന്ന് വേണമെങ്കിൽ പറയാം. സിംഗിൾ 1 point ഒന്നിലേക്ക് എത്തുക, മനസ്സിലായോ? പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ്
ഹീലിംഗ് പ്രോസസ്സ് ഇവിടെ നടക്കണം. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ട് പലപ്പോഴായിട്ട് ഹീലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പല പല കാര്യങ്ങളും ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ വെൽ പ്രിപ്പയർഡ് അല്ല ആക്ച്വലി ഇപ്പം, അതെനിക്കിവിടെ കാണാനുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് കൂടെ ഒരു കൗൺസിലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നുള്ളത് എനിക്ക് മെസ്സേജായിട്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മെസ്സേജ് വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ അത്ര നല്ല ഒരു കണ്ടീഷനിലല്ല പോകുന്നതെന്നാണ് എനിക്ക് അത് കൂടെ വരുന്ന മെസ്സേജ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ഇവിടെ അത്യാവശ്യമാണെന്ന് പറയുന്നത്, ഹീലിംഗ് അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഈ കൗൺസിലിംഗ് ചെയ്യുന്നത് കൊണ്ട് വേറൊരു ഗുണമുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഹെവിനെസ് ഒന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ ഹീലിംഗ് പ്രോസസ്സ് നടക്കും അവിടെ. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഹെവിനെസ് ഒന്ന് നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് ഒന്ന് കുറച്ച് കാലത്തേക്ക് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്തിട്ട്, നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഹീലിംഗ് വേണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, നിങ്ങളെ തന്നെ ലവ് ചെയ്യുക. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ 6 ഓഫ് കപ്സ് കൂടെ വരുന്ന മെസ്സേജ്. അതായത് യൂണിവേഴ്സ് തന്നെ അതിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് 6 ഓഫ് കപ്സ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ ഗൈസ്, മനസ്സിലായോ? ഇവിടെ ഞാനിത് ഷഫിൾ ചെയ്തിട്ടില്ല, എൻ്റെ മുന്നേ തന്നെ എനിക്ക് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് കൂടെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും മറ്റു ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ദ സ്റ്റാർ വന്നിട്ടുണ്ട്. അതുകൂടെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷ് ഓൾറെഡി അവിടെ ഹയർ സെൽഫിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി റിലാക്സ് ചെയ്യാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്നൊന്ന് കുറച്ച് കാലത്തേക്ക് ഒന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുക. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വരുന്ന സമയത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. ഓക്കെ, അപ്പം തന്നെ യൂണിവേഴ്സ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നിങ്ങളുടെ എനർജി മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ചില സമയത്ത് ഞാൻ കൂടുതൽ ടൈം ഷഫിൾ ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടാവും. ഓക്കെ, അങ്ങനെ കരുതിയാൽ മതി. ഞാൻ ഷഫിൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇതെന്തിനാണ് ഇത്രയും ടൈം ഇരുന്നിട്ട് ഷഫിൾ ചെയ്യുന്നതെന്ന് തോന്നരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കാർഡ് പുള്ളിങ്ങനേക്കാളും നല്ലത് യൂണിവേഴ്സ് തന്നെ കാർഡ് അങ്ങോട്ടേക്ക് തന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷ് കം ട്രൂ എന്നാണ് പറയുന്നത് ഗൈസ്. ഓക്കെ, ഇതിൽ കൂടുതൽ എന്താണ് ഇനി നിങ്ങൾക്ക് മെസ്സേജായിട്ട് കിട്ടേണ്ടത്? ഇവിടെ ഓൾറെഡി ഞാൻ ദ സ്റ്റാർ ആൻഡ് 6 ഓഫ് കപ്സ് കൂടെ സെയിം മെസ്സേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ രണ്ടും ഡിഫറെൻറ്റ് കാർഡ്സ് ആണെന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ വിഷ് യൂണിവേഴ്സിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിനുള്ള ഒരു കൺഫർമേഷനാണ് ഇവിടെ 9 ഓഫ് കപ്സ് കൂടെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ പേഴ്സണെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇല്ലാതെ നിങ്ങളുടെ പേഴ്സണെ അനാവശ്യമായിട്ട് കോൾ ചെയ്തിട്ടോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടോ ഇല്ലെങ്കിൽ അവർക്കത് ചിലപ്പോൾ ഇറിറ്റേഷനായിട്ട് മാറാം. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ഗൈസ്,
നിങ്ങൾ നിങ്ങളെ തന്നെ അനാവശ്യമായിട്ട് ഒരു ട്രാപ്പിലാക്കുകയാണ്. എന്ത് ചെയ്തിട്ടെന്നറിയോ? നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടും, ഇല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും, ഇല്ലെങ്കിൽ അവരിപ്പം അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ ഒരു തരം ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അവരപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ ട്രാപ്പിലാവുന്ന രീതിയിലായി മാറും. റൈറ്റ്? അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അവരെ ഇനിയിപ്പോൾ അൺബ്ലോക്ക് ചെയ്താലും ഇവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ഡീപ്പ് സൈലൻസ് അവർക്ക് ഫീൽ ചെയ്യണം നിങ്ങളുടെ സൈഡിൽ നിന്ന്. അവർക്ക് മനസ്സിലാവണം നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അതല്ലല്ലോ വേണ്ടത്. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരികയല്ല വേണ്ടത്. ചിലപ്പോൾ അവർക്കും ഹീലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യം വരും, നിങ്ങൾക്കും ആവശ്യമാണെന്നുള്ളത് ഇവിടെ പല പല കാർഡ്സ് കൂടെ എനിക്ക് മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളെ തന്നെ വലിയ വലിയ ട്രാപ്സിലേക്ക് കൊണ്ടുപോവാതെ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ തന്നെ റെസ്ട്രിക്റ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് പോലൊരു മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ വിക്ടിമൈസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തിനാ സ്വയം വിക്ടിം ആവുന്നത്? ഇവിടെ നിങ്ങളാണ് ശരിക്കും, നിങ്ങൾ സ്വയം വിക്ടിം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഓക്കെ, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് തോന്നാം ഞാൻ വളരെ ഹെൽപ്ലെസ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും, അയ്യോ എൻ്റെ പേഴ്സൺ പോയല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയൊന്നും നിങ്ങൾ തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ദൈവത്തിനെ വിളിക്കുന്നുണ്ടല്ലോ, ദൈവത്തിനോട് പറയുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അതല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഫേറ്റഡ് ആണെന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ളത് ഓൾറെഡി അവിടെ ബിഗ് പ്ലാനിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അതൊക്കെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും ഗായ്സ്. ജസ്റ്റിസ് ചാടി വന്നിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ജസ്റ്റിസ് ഡെഫിനറ്റ് ആണ്. ഞാനതിൻ്റെ പ്രീവിയസ് റീഡിലും കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ വളരെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഒന്നിലേക്കും എടുത്ത് ചാടി പോകണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണമല്ലോ. റൈറ്റ്? അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓണസ്റ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇല്ല അത് എടുത്ത് ചാടിയിട്ട് ഓരോന്നും ചെയ്തിട്ട് പിന്നെ അവസാനം വലിയൊരു ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോവരുത്. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ വിഷ് കം ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക. അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ഹയർ സോഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്രിയേറ്ററിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നമ്മളൊക്കെ വന്നിരിക്കുന്ന ആ ഒരു ഹയർ സോഴ്സ് ഉണ്ടല്ലോ, അതിനെ ട്രസ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അതിനെ ട്രസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഈ 3 കാർഡ്സും വളരെ 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 കണക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അവസ്ഥയാണ് ഇതിപ്പോൾ. ഓക്കെ, ഏസ് ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. ന്യൂ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ആ പഴയ ഒരു ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ്, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറ്റി നോക്കിയേ. നിങ്ങൾ ഇത്രയും കാലം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. പകരം നിങ്ങൾക്ക് വെറും പെയിൻ, സോറോസ്, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇത്തരം കാര്യങ്ങളല്ല കിട്ടിയിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് അതവിടെ സ്റ്റോപ്പ് ചെയ്യാം, അത് ബ്രേക്ക് ചെയ്യാം. ആ ഭാഗത്തെക്കുറിച്ച്
ചിന്തിക്കുകയേ വേണ്ട. എന്നിട്ട് നിങ്ങൾ പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാണ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ശരി, ആക്ടിവിറ്റീസ് ആണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി നോക്കിയേ. അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാം പുതിയതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഒരു റീബേർത്ത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ നിങ്ങൾ തന്നെ സെൽഫായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് വരിക, റിന്യൂ ചെയ്യുക. ഇവിടെ ഓൾറെഡി നമുക്ക് സ്റ്റാർ വന്നിട്ടുണ്ട്. സ്റ്റാർ കൂടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിന്യൂവൽ വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഏസ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റിന്യൂവൽ കാണുന്നുണ്ട് എനിക്ക്. അപ്പോൾ ആ റിന്യൂവൽ നിങ്ങളുടെ ലൈഫിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. വേറെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ലൈഫ് റിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ സെൽഫായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലൈഫ് ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. റിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ പോയിട്ട് ആദ്യം തന്നെ മെൻ്റലി ആണ് നിങ്ങൾ റിന്യൂ ചെയ്യേണ്ട ഗൈസ്. മെൻ്റലി ഉള്ള നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ 8 ഓഫ് സ്വാർഡ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ജസ്റ്റിസ് വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ റിസൾട്ടൊന്നും കിട്ടിയെന്ന് വരില്ല. ഞാനത് എപ്പോഴും എല്ലാ റീഡിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും എനിക്കിവിടെ റിന്യൂവൽ കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ പാഷൻ, ഓക്കെ, ന്യൂ തോട്ട്സ്, എങ്ങനെ വേണമെങ്കിലും പറയാറ്. ഇവിടെ എനിക്ക് 9 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ സക്സസ് ഉണ്ട് എന്നുള്ളതാണ് ഗൈസ് എനിക്ക് വരുന്ന മെസ്സേജ്. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ജഡ്ജ്മെൻറ്റ്, ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റിന്യൂവൽ ഇവിടെ ഡെഫിനറ്റ് ആണ്. ഞാനിവിടെ ഏസ് ഓഫ് വാൻസ് ആൻഡ് ദ സ്റ്റാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു റിന്യൂവൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഉണ്ടാവാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ അത്യാവശ്യമാണ്. നിങ്ങൾക്കൊരു റിന്യൂവൽ അത്യാവശ്യമാണ് ഇവിടെ. കാരണം നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് നിങ്ങൾ ചേഞ്ച് ആക്കണം ഗൈസ്. നിങ്ങൾ ഇത്രയും കാലം തിങ്ക് ചെയ്തതും ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും വേണമെങ്കിൽ, റൈറ്റ്? അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് കീപ്പ് ഓൺ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് ഗൈസ്. ഓക്കെ, ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. അതിന് ചോട്ടിലായിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് കപ്സ്. ഓക്കെ, നല്ല നല്ല മെസ്സേജസ് ആണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് പേർജ് ചെയ്യാനുണ്ട് ഗൈസ് നിങ്ങളുടെ ലൈഫിലുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് പേർജ് ചെയ്യാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്ത് മെസ്സേജാണ് വരുന്നത് നോക്കട്ടെ ഒരു മിനിറ്റ്. നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷൻ വളരെ ഫേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് കേട്ടോ എനിക്ക് ഇത് കൂടെ വരുന്ന മെസ്സേജ്. ഞാൻ ഈ പറയുന്ന വേർഡ്സ് നിങ്ങളുടെ ലൈഫ് എൻഡ് വരയ്ക്ക് നിങ്ങളിത് ഓർത്ത് വയ്ക്കും, ഡെഫിനറ്റാണ്. കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതെനിക്കിവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് കൂടെ വരുന്ന മെസ്സേജ്. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഗൈസ്. ചില അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് ആണ് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 4 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് അതാണ്. ഇപ്പം നിങ്ങളൊരു ഇൻസെക്യൂർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. 9 ഓഫ് സ്വാർഡ്സ് അതിൻ്റെ ചോട്ടിൽ വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ഗിഫ്റ്റ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരും ഗൈസ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ആ ഒരു ഹയർ സോഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് കൂടുതൽ നിങ്ങളുടെ കാർഡ് പുൾ ചെയ്യാൻ വേണ്ടി തോന്നുന്നു അവിടെ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരിതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നുള്ളൊരു തോന്നൽ വരും.
പിന്നെ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി കാറ്റ് പോയ ബലൂൺ പോലെ ആയിട്ട് മാറും. ഓക്കെ, അതെനിക്കിവിടെ കാണാനുണ്ട്. കാരണം കിങ് ഓഫ് സ്വാർഡ്സ് എനിക്കിവിടെ കാണാനുണ്ട്. അറ്റ് ദ സെയിം ടൈം 9 ഓഫ് സ്വാർഡ്സും കാണാനുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നോക്കുക. ഞാൻ എന്നും പറയാറുണ്ട്, ഇതെല്ലാവർക്കും ഇപ്പോൾ റെസണേറ്റ് ആവണമെന്നില്ല. എല്ലാവരും ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണല്ലോ. ലെറ്റ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഏതൊക്കെ മെസ്സേജസ് ആണ് ഇന്ന് വരാനുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഒരു അവോയ്ഡൻ്റ് ആയിട്ട് മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ഡിസിഷൻ എടുക്കും അവരുടെ സിൻസിയർ ഫീലിങ്ങിൻ്റെ ബേസിൽ. ഓക്കെ, ആ സിൻസിയർ ഫീലിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനായിരിക്കും, ഒരു ഡീപ്പ് കണക്ഷനായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ ആ ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒരു ഹീലിംഗ് അത്യാവശ്യമാണ്. അവർക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റോൾ ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് കൂടെ വരുന്ന മെസ്സേജ് ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മെസ്സേജായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സ് കൂടെ. ഓക്കെ, അവരൊരുപാട് ഓഫേഴ്സ് റിഫ്യൂസ് ചെയ്തതുപോലെ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഐ മീൻ ചിലപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ഈ ഒരു മെസ്സേജ് എനിക്ക് കഴിഞ്ഞ 2-3 റീഡിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒരുപാട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു പോയ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ ഓർത്തിട്ട് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നത് പോലെ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഡിപ്രഷനിൽ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അവരെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നത് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ എന്നെക്കൊണ്ട് യൂണിവേഴ്സ് പറയിപ്പിക്കുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യണമെന്ന് പറയുക, അല്ലെങ്കിൽ അവരോട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം മാരീഡ് അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുക, അല്ലെങ്കിൽ കാണാത്തവരാണ്, അതായത് എപ്പോഴും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും കാണണം എന്ന് പറയുക, അല്ലെങ്കിൽ എപ്പോഴും കോൾ ചെയ്യാത്തവരാണെങ്കിൽ എനിക്ക് എപ്പോഴും കോൾ ചെയ്യണമെന്ന് പറയുക. അങ്ങനെ അവരെങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട കേട്ടോ. അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ മോർ ആൻഡ് മോർ ഡീപ്പ് ട്രാപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാതിരിക്കുക. മനസ്സിലായോ ഞാൻ പറയുന്നത്? അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള ചാൻസും ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ പോകുന്നുള്ളത്. പക്ഷേ നിങ്ങളൊന്നും കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജസൊക്കെ നിങ്ങളൊരു പ്രിക്കോഷനായിട്ട് എടുക്കുക കേട്ടോ. കാരണം എനിക്ക് ഫസ്റ്റ് ഡെക്ക് കൂടെ വന്ന മെസ്സേജസൊക്കെ വളരെ നല്ല മെസ്സേജസാണ്. പക്ഷേ നിങ്ങളുടെ സൈഡ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്കുള്ള അഡ്വൈസാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പോലുള്ള മെസ്സേജാണ് വരുന്നത്. സ്റ്റിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. പക്ഷെ ആ ജസ്റ്റിസ് നിങ്ങൾക്ക് സെർവ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിന്യൂവൽ ഇവിടെ അത്യാവശ്യമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര സ്ട്രോങ് എനർജിയാണ് എനിക്കിന്നിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സും എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, കാരണം എനിക്കിവിടെ റീയൂണിയൻ കാണുന്നുണ്ട് ഗൈസ്. ഓക്കെ, അവരുടെ ഒരു ഡീപ്പ് ഫീലിങ്ങോട് കൂടിയിട്ടായിരിക്കും അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷേ അതിന് മുന്നേ ആയിട്ട് അവർ സാധാരണ പോലെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സൊക്കെ ഒന്ന് ഹീലായി, രണ്ടുപേരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു യൂണിറ്റിയിലേക്ക് പോകും. അതായത് ഒന്നാവൽ, ഒന്ന് ചേരൽ, നിങ്ങൾ ഒരുമിക്കും. ഞാൻ ഈ വീക്കെൻഡിൽ എൻ്റെ കമൻസൊക്കെ ഒന്ന് ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കണ്ടു ചില ആൾക്കാർ വളരെയധികം ഇംപേഷ്യൻ്റ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം നിങ്ങളോട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ പേഷ്യൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച സമയത്ത് നിങ്ങൾക്ക് ഈ സംഭവം ശരിയാവില്ല. ഓക്കെ, അത് ഡെഫിനറ്റ് ആണ് ഗൈസ്, അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ ഡിറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അത് മോർ വൂണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി ഉള്ള വൂണ്ടിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വൂണ്ടായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രാപ്പിലേക്ക് വീണ്ടും വീണ്ടും ഡീപ്പായി പോവുകയാണോ വേണ്ടത്, നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുക. മനസ്സിലായോ? ഗീവ് അപ്പ് ചെയ്യുക അവിടെ വെച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, സെൽഫ് ലവ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല, നിങ്ങൾ അതിൽ തന്നെ ക്ലിങ് ചെയ്തിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലെവലിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് എനിക്ക് കീപ്പ് ഓൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ, ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ മോർ ക്ലിങ് ചെയ്തിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്ന് വരെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ മോർ ക്ലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബെറ്റർ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റാച്ച് ചെയ്യുക, പറിച്ചെടുത്തിട്ട് മാറ്റുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഈ ഒരു കണക്ഷനിൽ നിന്ന് പറിച്ചെടുത്തിട്ട് മാറ്റുക. അതിന് നിങ്ങൾക്കേ പറ്റുള്ളൂ. എന്തായാലും എനിക്കിവിടെ റീയൂണിയൻ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കൊക്കെ റെസണേറ്റ് ആവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ പറയുന്ന മെസ്സേജസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഞാനത് എൻ്റെ ഡിസ്ക്ലൈമറിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഇത് കണ്ടാൽ മതി എന്നുള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കുക. കാരണം എനിക്കറിയാം ഇവിടുന്ന് വരുന്ന മെസ്സേജസൊക്കെ എത്രത്തോളം ഡീപ്പാണെന്നുള്ളത്. നിങ്ങൾക്കും അറിയാം ഈ മെസ്സേജസൊക്കെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതും. റൈറ്റ്? അപ്പം അതുകൊണ്ടാണ് ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ഇത് കാണണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരിനോടും പറയാത്തത് എന്നെ ഫോളോ ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഒന്നും പറയാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊന്നും നിങ്ങൾക്ക് തോന്നരുത്. ഒക്കെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ചെയ്യാം. ഇവിടുന്ന് വരുന്ന മെസ്സേജസ് ചിലപ്പം വളരെ പെയിൻഫുൾ ആയിട്ടുള്ളതായിരിക്കാം. അത് നിങ്ങളെ മോർ സാഡ്നെസ്സിലേക്ക് കൊണ്ടുപോവാം. ചിലപ്പോൾ നിങ്ങൾക്ക് മോർ ഹാപ്പിനെസ് വരുത്താം. ചിലപ്പോൾ നിങ്ങൾക്ക് ഹോപ്പ് തരും. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളിത് കാണുന്നത് നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രമായിരിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ ഡിസ്ക്ലൈമറിൽ ഞാൻ പ്രത്യേകം പറയുന്നതും അതുകൊണ്ടാണ്. എനിക്കറിയാം ഇത് എത്രത്തോളം ഡീപ്പായിട്ടുള്ള മെസ്സേജസ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ 10 of Cups ആണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇതിൽ കൂടെ എനിക്കൊരു റീയൂണിയൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഹോം കമ്മിങ് എനിക്ക് കാണുന്നുണ്ട്. ഡെഫിനറ്റ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു റീയൂണിയൻ ഉണ്ടാവും എന്നുള്ള കാര്യം. ഓക്കെ, പക്ഷേ അതിന് മുന്നേ ആയിട്ട് പല പല കാര്യങ്ങളും നടക്കാനുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ പ്രിപ്പയർഡ് ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ എനിക്കൊരു മൂവിങ് എനർജി കാണുന്നുണ്ട്. ഈ മൂവിങ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 6 of Swords ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. അതായത് ഒരു മൂവിങ് എനർജിയെയാണ് എനിക്കിവിടെ കാണാനുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ. അതിനൊരു ഹീലിംഗ് ആവശ്യമുണ്ട് എന്നുള്ളത് ഇവിടെ മെസ്സേജായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ മൂവിങ് എനർജി ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മെസ്സേജായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് എത്താത്തത്? ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. പക്ഷേ നിങ്ങളിവിടെ പേടിച്ച് എന്താ പറയുക, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ സ്ട്രെസ്ഡ് ആയിട്ടുള്ള എനർജിയിലേക്ക് അതിന് വന്നിട്ട് ചേരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക്
ഹീലിംഗ് അത്യാവശ്യമാണെന്ന് പറഞ്ഞത്. ഇവിടെ ഹീലിങ്ങിൻ്റെ ഒരു സിമ്പൽ ഉണ്ട് ഇവിടെ. ഓക്കെ, മനസ്സിലായോ? എങ്കിലേ ഉള്ളൂ ഈ ഒരു യൂണിറ്റി ഇവിടെ നടക്കുള്ളൂ. ആ ഒരു ഡീപ്പ് ലെവലിലുള്ളൊരു യൂണിറ്റി നടക്കുള്ളൂ. ഓക്കെ, വെറുതെ അവർ വന്ന് മീറ്റ് ചെയ്തിട്ട് പോകുന്നതല്ലല്ലോ യൂണിറ്റി എന്ന് പറയുന്നത്, അതല്ലല്ലോ ഒന്നാവൽ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പം നിങ്ങൾ തമ്മിൽ ഒരുമിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം ഗൈസ്. അതിന് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നടക്കില്ല. ഇത് കുറേ കാലം ഇത് ഇങ്ങനെ പോകും. നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും കുറേ കാലം. പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ നോട്ടീസ് ചെയ്യണ്ടായി, ഒരുപാട് പേർക്ക് അവരുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കോണ്ടാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലവർക്ക് അവരുടെ പേഴ്സൺ തിരിച്ച് വന്നിട്ട് വളരെയധികം ഒബ്സസീവായിട്ട് മാറുന്നതായിട്ട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചില ആൾക്കാർ സ്പെൽസ് ചെയ്തവരാണ് കേട്ടോ. ഒബ്സസീവായിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നത്. ചില ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സൺ തിരിച്ച് വന്നിട്ട് ഇങ്ങനെ ഒബ്സഷൻ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവരുടെ മനസ്സിലേക്ക്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആ ഒരു പെയിൻ ഉണ്ടാവണം. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് ഡിറ്റാച്ചായി പോയി എന്നുള്ള ആ ഒരു പെയിന്, അത് വരുമ്പോഴാണ് അയ്യോ എനിക്കിനി അവളെ കിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്ന ആ സെയിം ഫീലിംഗ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അയ്യോ എനിക്കിനി എൻ്റെ പേഴ്സണെ കിട്ടില്ല എന്നുള്ളൊരു ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ സെയിം ഫീലിംഗ് അവർക്ക് ഉണ്ടാവണം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഡിറ്റാച്ച് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് നോ കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിച്ച് സൈലൻസ്. ഒരു പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന രീതിയിലുള്ള സൈലൻസ് അവിടെ ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളിത് ചെയ്യുക കേട്ടോ. അല്ലാതെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ലല്ലോ എനിക്ക്. ഞാനിപ്പോൾ ഇവിടുന്ന് വരുന്ന മെസ്സേജസ് കൂടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം വല്ലാത്തൊരു ഡിഫിക്കൽട്ട് പീരീഡ് കൂടിയാണ് പോകുന്നത്. പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് കാണാനുണ്ട്. ചിലപ്പോൾ അവരെത്തിപ്പെട്ട സ്ഥലത്തുള്ള പിന്നെ അവിടുത്തെ ആ സർക്കംസ്റ്റൻസസിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ്സായിരിക്കാം. ഓക്കെ, അവരെ നന്നായിട്ട് ബോദർ ചെയ്യുന്നുണ്ട് അത്. ഓക്കെ, പിന്നെ ഒരുപാട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ കാണാനുണ്ട്. അത് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഉണ്ടായതായിരിക്കാം. അതൊക്കെ ഓർത്തിട്ടായിരിക്കാം അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, വളരെയധികം ഡിപ്രഷനിൽ ഇരിക്കുന്നത് പോലൊരു മെസ്സേജിൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് നന്നായിട്ട് കാണാനുണ്ട്. എനിവേസ്, അപ്പം കഴിയുന്നത് നിങ്ങളവരെ ബോദർ ചെയ്യാതിരിക്കുക കേട്ടോ. ഇവിടെ ഒരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് എനിക്കിങ്ങനെ കീപ്പ് ഓൺ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ നോക്കട്ടെ. കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് ഗാബ്രിയൽ ആൻഡ് 10 ഓഫ് റഫേൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ 10 ഓഫ് റഫേൽ കൂടെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് ആൻഡ് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഫില്ലാവാൻ പോവുകയാണെന്നാണ് പറയുന്നത് ഗൈസ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സംടൈംസ് നിങ്ങളുടെ വേൾഡ് തന്നെ ചേഞ്ച് ആവും. ഓക്കെ, പിന്നെ ഹാർമോണിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് എനിക്കിവിടെ കാണുന്നുണ്ട്. പിന്നെ ഹാപ്പി ലൈഫ്, ഫാമിലി ലൈഫ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് ഗാബ്രിയൽ ആണ് വന്നിരിക്കുന്നത് അടുത്ത കാർഡ്. അതുകൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കോൺഫിഡൻസോട് കൂടിയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ട് കറേജിയസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ടൈം ടു ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വേറെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈവൻ ദോ ഈ റീഡിംഗ് ഒന്നും കാണേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് കിട്ടുന്ന മെസ്സേജസ്. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം എന്നെ അറിയിക്കുക. ഞാൻ ഏർലിയസ്റ്റ് സ്ലോട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ.